നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവെച്ച ചില വിവരങ്ങളിലേക്കൊന്ന് ആഴത്തിൽ നോക്കുകയാണ്. നമസ്കാരം. വിഷയം വരാൻ പോകുന്ന, അതായത് 2025 ഡിസംബറിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ്. അതെ. സാധാരണ ഒരു ലോക്കൽ ബോഡി ഇലക്ഷന് ഇത്ര നേരത്തെ ഒരു ശ്രദ്ധ കിട്ടുന്നത് കുറച്ച് അസാധാരണമാണല്ലേ? ശരിയാണ്. സാധാരണ ഇലക്ഷൻ അടുക്കുമ്പോഴാണ് ചൂടുപിടിക്കാറ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെടുമങ്ങാട് ഇലക്ഷൻ ഇപ്പോഴേ ഇത്ര ശ്രദ്ധ നേടുന്നത്? പിന്നെ ഈ ഡിജിറ്റൽ ലോകത്തിന് ഇതിലെന്താ പങ്ക്? ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായും. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അതായത് നല്ല ജനപങ്കാളിത്തം കാണും. അത് ശരിയാ. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വാശിയേറിയ മത്സരം. ലോകം മൊത്തമുള്ള മലയാളികളും ഇത് ശ്രദ്ധിക്കും. ശരിയാണ്. അപ്പോ നിങ്ങളുടെ ഈ വിവരങ്ങൾ പറയുന്ന പോലെ നെടുമങ്ങാട്ടെ പ്രധാന പാർട്ടികൾ അവർ ഈ മാസം തന്നെ പണി തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നുന്നാണ്. ഡിസംബറിലെ ഇലക്ഷന് ഇപ്പോ 1.5 വർഷത്തോളമില്ലേ? ഉണ്ട്. അപ്പോ ഇത്ര നേരത്തെ ഒരുങ്ങണമെങ്കിൽ അതിനതിൻ്റെതായ കാരണങ്ങൾ കാണണം. അതെ, ആ ഒരു തീവ്രത അത് കേരളത്തിലെ ലോക്കൽ ഇലക്ഷനുകളുടെ ഒരു പ്രത്യേകതയാണ്. ശരിയാണ്. പക്ഷേ ഈ വിവരങ്ങളിൽ എടുത്തു പറയുന്ന വേറൊരു കാര്യം, ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലെ താൽപര്യം. ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയൊരു ഒരു ഗ്ലോബൽ ശ്രദ്ധ അതെന്തായിരിക്കും? നിങ്ങൾക്കും തോന്നാറില്ലേ നാട്ടിലെ ചെറിയ കാര്യങ്ങൾ അറിയാൻ ഒരു ഇത്? തീർച്ചയായും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മുടെ മലയാളികൾക്ക് നാടുമായുള്ളൊരു വൈകാരിക ബന്ധം അത് ഭയങ്കര സ്ട്രോങ് ആണ്. ശരിയാണ്. വിദേശത്താണെങ്കിലും ശരി, നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഒക്കെ പലരും സജീവമായിട്ട് ഇടപെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ഇലക്ഷൻസ് അത് പലപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു ചൂണ്ടുപലക കൂടിയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു മിനി അസംബ്ലി ഇലക്ഷൻ പോലെ അല്ലേ? ഏതാണ്ടത്. അപ്പോ രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും എല്ലാവരും ഒരുപോലെ നോക്കും. പിന്നെ നെടുമങ്ങാടിന്റെ കാര്യത്തിൽ അവിടുത്തെ ചിലപ്പോ തനതായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ താൽപര്യത്തിന് പിന്നിലുണ്ടാകാം. അതും ഈ കിട്ടിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശരി. അപ്പോൾ ഈ ആഗോള താൽപര്യവും ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗവും ഒന്നിക്കുമ്പോഴുള്ള ഒരു സംഭവമാണല്ലേ നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്ന വെബ്സൈറ്റ്? അതെ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അങ്ങനെ ഒരു വെബ്സൈറ്റ് തന്നെ ഇതിനായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഇലക്ഷന് വേണ്ടി മാത്രം. അതെ. അതൊരു പുതിയ ട്രെൻഡാണ്. കൗതുകം തന്നെ. എന്നൊക്കെ അതിൽ കിട്ടുക എന്നാണ് ഈ രേഖകളിലുള്ളത്? ആ വെബ്സൈറ്റിനെ കുറിച്ച് നന്നായിട്ട് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസിൽ പറയുന്നുണ്ട്. ഇത് പുതിയ കാലത്തിന്റെ ഒരു സൂചനയാണ് ശരിക്കും. ശരിയാണ്. അപ്പോ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പിന്നെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അതൊക്കെ ആ സൈറ്റിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും വിവരങ്ങൾ എളുപ്പത്തിൽ കിട്ടണം, അതാണ് ലക്ഷ്യം. പിന്നെ ഇതിനു പുറമേ ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ഒരു ബ്ലോഗ് സൗകര്യവും ഉണ്ടത്രേ. അപ്പൊ വെറും വാർത്ത മാത്രമല്ല. അല്ല, കൃത്യമായിട്ട് ആ പേജ് കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online മുനിസിപ്പാലിറ്റി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി എന്ന പേജ് അതൊന്ന് ബുക്ക്മാർക്ക് ചെയ്യാനും ഈ വിവരങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ വിവരങ്ങൾ കൊടുക്കുക എന്നതിനപ്പുറം ഒരു സംവാദത്തിനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടല്ലേ? അതെ, അങ്ങനെ കരുതാം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇത് എങ്ങനെയായിരിക്കും ഈ ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധ്യത? വെറും വാർത്ത കൊടുത്താൽ മതിയോ? അതിനപ്പുറം എന്തെങ്കിലും റോള് കാണുമോ? ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനും ചിലപ്പോൾ സഹായിച്ചേക്കാം. ശരിയാണ്. ഉദാഹരണത്തിന്, ഏത് വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, വിശകലനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെ പൊതുജനാഭിപ്രായത്തെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. പിന്നെ ഈ ബ്ലോഗ് പോലുള്ള കാര്യങ്ങൾ അത് ചർച്ചകൾക്ക് വഴിവെക്കും. പക്ഷേ ആ ചർച്ചകൾ എത്രത്തോളം ആരോഗ്യകരമാവും അതൊക്കെ കണ്ടറിയണം. ശരിയാണ്. പ്രാദേശിക രാഷ്ട്രീയത്തില് ഈ ഡിജിറ്റൽ മീഡിയയുടെ പങ്ക് കൂടുമ്പോൾ അതിന്റെ സാധ്യതകളും അതുപോലെ തന്നെ ചില വെല്ലുവിളികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഷെയർ ചെയ്ത വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് അത് ഒരേ സമയം പ്രാദേശിക രാഷ്ട്രീയത്തിലെ ആ ഒരു വാശിയേറിയ മത്സരം, പിന്നെ ഈ ഗ്ലോബൽ മലയാളികളുടെ ഒരു പങ്കാളിത്തം, അതോടൊപ്പം ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒരു സ്വാധീനം, ഇതിന്റെയൊക്കെ ഒരു നേർക്കാഴ്ച തരുന്നുണ്ട്. കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ആ വെബ്സൈറ്റ് ഒരു നല്ല സോഴ്സ് ആകും എന്നും ഈ രേഖകൾ പറയുന്നു. തീർച്ചയായും.
ഈ വിവരങ്ങളെല്ലാം കൂടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ലോക്കൽ ഇലക്ഷൻ എങ്ങനെ ഒരു ഗ്ലോബൽ ശ്രദ്ധ നേടുന്നു, അതിലെ ടെക്നോളജി എങ്ങനെ ഒരു കണ്ണിയാവുന്നു എന്നൊക്കെ വ്യക്തമാണ്. അതെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതുപോലുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇത് ശരിക്കും ജനാധിപത്യ പങ്കാളിത്തം കൂട്ടുകയാണോ ചെയ്യുന്നത്, അതോ വെറുതെ കുറച്ച് വിവരങ്ങൾ കൈമാറുന്ന ഒരു തലത്തിൽ ഒതുങ്ങുകയാണോ? നല്ല ചോദ്യമാണ്. ആളുകളുടെ രാഷ്ട്രീയ ഇടപെടലുകളെ ഇത് കൂടുതൽ ആഴത്തിലുള്ളതാക്കുമോ, അതോ ഈ ഓൺലൈനിൽ അഭിപ്രായം പറയുന്നതിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ? അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.